നമസ്കാരം. രാഹുൽ ഗാന്ധിയുടെ മനസ്സിലിരിപ്പ് എല്ലാം പുറത്തു വന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ത്യയിൽ നിന്നുകൊണ്ട്, അതായത് ഭാരത മണ്ണിൽ നിന്നുകൊണ്ട് തുറന്നു പറയാനുള്ള ധൈര്യം രാഹുൽ ഗാന്ധിക്ക് ഇല്ല എന്നത് വ്യക്തമാണ്. ഇന്ത്യയിൽ വച്ചാണ് രാഹുൽ ഗാന്ധി ഭാരതത്തെ അപമാനിക്കുന്ന രീതിയിൽ പറഞ്ഞിരുന്നു എങ്കിൽ ബി നേതാക്കളും ജനങ്ങളും തേനീച്ചക്കൂട് ഇളകി വരുന്നത് പോലെ രാഹുലിനെ പഞ്ഞിക്കിടുമായിരുന്നു. ഭാരതത്തിൽ വെച്ച് പറയാൻ ധൈര്യമില്ലാത്തത് കൊണ്ടാണ് രാഹുൽ അമേരിക്കയിലേക്ക് പോയി അവിടെ ഇന്ത്യക്കെതിരെ പ്രസ്താവനകൾ ഓരോന്നായിട്ട് പടുത്തുവിടുന്നത്. ഇപ്പോൾ രാഹുൽ ഗാന്ധി കാരണം കോൺഗ്രസിന് വലിയ തലവേദനയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. കോൺഗ്രസിന്റെ ഒരു ശക്തി എന്നത് സിഖുകാരായിരുന്നു. അവർക്കെതിരെയും അവരെ അപമാനിക്കുന്ന തരത്തിലും രാഹുൽ പ്രസ്താവന നടത്തിയിരിക്കുകയാണ്. ഇന്ത്യയിൽ ജാതിയുടെ പേര് പറഞ്ഞുകൊണ്ട് ഒരു വർഗീയ കലാപം ഉണ്ടാക്കാനുള്ള ഒരു തീരുമാനമാണ് നിലവിൽ രാഹുൽ ഗാന്ധി നടത്തുന്നത്. ഭാരതത്തിൽ മോദി സർക്കാർ സിഖുകാരെ വേട്ടയാടുന്നു എന്നും അവർക്ക് തലപ്പാവ ഒന്നും തന്നെ ധരിക്കാനുള്ള സ്വാതന്ത്ര്യം സർക്കാർ നൽകുന്നില്ല എന്നാണ് രാഹുൽ അമേരിക്കയിൽ ചെന്നിട്ട് രാജ്യവിരുദ്ധമായ പ്രസ്താവനകൾ നടത്തിയത്. സിഖുകാരെ കുറിച്ചുള്ള പരാമർശത്തിൽ രാഹുലിനെതിരെ ബി അതോടൊപ്പം തന്നെ സിഖുകാരും ശക്തമായി തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ്. രാഹുലിൻ്റേത് അപകടകരമായ പ്രസ്താവനയാണെന്നും ഇത് തികച്ചും അപലപനീയമാണെന്നും കേന്ദ്ര മന്ത്രി ഹർദീപ് സിംഗ് പുരി വ്യക്തമാക്കിയിരിക്കുന്നു. ഒരു പ്രതിപക്ഷ നേതാവെന്ന ഗൗരവം കണക്കിലെടുക്കാതെ എന്തും വിളിച്ചു പറയുകയാണ് രാഹുൽ ഗാന്ധി നിലവിൽ ചെയ്യുന്നത്. മതസൗഹാർദ്ദം തകർക്കാനുള്ള ഒരു നീക്കം രാഹുലിന്റെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. പതിറ്റാണ്ടായി തലപ്പാവ് ധരിക്കുന്നയാളാണ് ഞാനെന്ന് ഹർദീപ് സിംഗ് പുരി പറഞ്ഞു. രാജ്യത്ത് വലിയ രീതിയിൽ ഒരു കലാപം സൃഷ്ടിക്കാനാണ് രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നതെന്നാണ് വ്യക്തം. ഇന്ത്യയിൽ 4 സംസ്ഥാനത്ത് നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി ഏത് രീതിയിലും, അതായത് ഇതുവരെയായിട്ട് ഒരു പ്രചാരണത്തിന് പോലും ഒരു സംസ്ഥാനത്തും പോയിട്ടില്ല എന്നത് വ്യക്തമാണ്. കൂടാതെ ചുമതലകളെല്ലാം തന്നെ പ്രിയങ്ക ഗാന്ധിയെ ഏൽപ്പിച്ചിട്ടാണ് രാഹുൽ ഗാന്ധി വിദേശത്ത് ഉല്ലസിക്കാൻ പോയത്. രാഹുലിന്റെ പരാമർശത്തിൽ രാജ്യം മുഴുവൻ വൻ തകർച്ചയാണ്, അതായത് കോൺഗ്രസ് പ്രസ്ഥാനം മുഴുവൻ വൻ തകർച്ചയാണ് നേരിടാൻ പോകുന്നത്. ഇന്ദിരാഗാന്ധിയുടെ മരണത്തെ തുടർന്ന് സിഖുകാരെ കൂട്ടക്കൊല ചെയ്തത് കോൺഗ്രസുകാരായിരുന്നു. 1984 കോൺഗ്രസ് അധികാരത്തിലെത്തിയപ്പോഴാണ് സിഖ് കൂട്ടക്കൊല അരങ്ങേറിയത്. അന്ന് നിരപരാധികളായ 3000 സിഖുകാരെയാണ് കോൺഗ്രസുകാർ കൊന്നത്. രാഹുലിന്റെ കുടുംബം കൂട്ടക്കൊലയെ ന്യായീകരിക്കുകയായിരുന്നു അന്ന് ചെയ്തത്. ഒരു വൻമരം വീഴുമ്പോൾ ഭൂമി കുലുങ്ങുമെന്നും അതിനിടയിൽപ്പെട്ട് പലരും തകരുമെന്നാണ് രാജീവ് ഗാന്ധി കൂട്ടക്കൊലയെ ന്യായീകരിച്ചതെന്ന് കേന്ദ്രമന്ത്രി ചൂണ്ടിക്കാട്ടി. ന്യൂനപക്ഷ സമൂഹത്തെ വഴിതെറ്റിക്കാനാണ് രാഹുൽ ശ്രമിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജനപിന്തുണ ഉയരുന്ന സാഹചര്യത്തിൽ അതിനൊപ്പം നിൽക്കാൻ സാധിക്കാത്തതിനാലാണ് തെറ്റായ പ്രചാരണം നടത്തുകയെന്നത് രാഹുൽ ചെയ്തത്. ഒരു പ്രതിപക്ഷ നേതാവിന് ഒട്ടും ചേർന്നൊരു പണിയല്ല രാജ്യവിരുദ്ധമായ പ്രസ്താവനകൾ പടച്ചുവിടുന്നത്. ഒരു വിദേശ രാജ്യത്ത് ഉത്തരവാദിത്തപ്പെട്ട ഒരു വ്യക്തി ഇങ്ങനെയൊക്കെ പ്രസ്താവനകൾ നടത്തുമ്പോൾ അത് നമ്മുടെ രാജ്യത്തിന് തന്നെ നാണക്കേടാണ്. അതുകൊണ്ട് തന്നെ എന്തായാലും രാഹുലിനെതിരെ ജനങ്ങളെല്ലാം തന്നെ വലിയ തോതിലൊരു പ്രതിഷേധം തന്നെ ഭാരതത്തിൽ ഉയർത്തുന്നുണ്ട്. രാഹുൽ ഗാന്ധി അമേരിക്കൻ പര്യടനം കഴിഞ്ഞ് ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ എന്തായാലും കേസും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്കായിരിക്കും പോകുന്നത് എന്നത് വ്യക്തമാണ്. എന്തായാലും ജനങ്ങൾ തന്നെ രാഹുൽ ഗാന്ധിക്കെതിരെ കോടതിയിലോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനോ അല്ലെങ്കിൽ ആഭ്യന്തര മന്ത്രാലയത്തിനെതിരെയോ രാജ്യവിരുദ്ധമായ പ്രസ്താവനകൾ നടത്തിയതിന് കേസ് കൊടുക്കാനുള്ള സാധ്യത കൂടുതലാണ്. മിക്കവാറും അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് വരെ ചെന്നെത്തിക്കാവുന്ന തരത്തിലേക്കാണ് രാഹുൽ ഗാന്ധി എല്ലാം തന്നെ ഇപ്പോൾ പറഞ്ഞു വച്ചിരിക്കുന്നത്.